നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് താമസ സ്ഥലത്ത് വിഷം കഴിച്ചു മരിച്ച നിലയിൽ കണ്ടെത്തിയ നവവധു ചികിത്സയിലിരിക്കെ മരിച്ചു. ബേഡകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുറ്റിക്കോൽ ബേത്തൂർപ്പാറ വട്ടംതട്ട സ്വദേശിനിയായ അശ്വതിയാണ് മരിച്ചത്. കാസർഗോഡ് ഗാർഹിക പീഡന മരണങ്ങൾ തുടർക്കഥയാകുന്നത് ആശങ്ക ഉയർത്തുന്നു. ആദൂർ പള്ളപ്പാടിയിൽ ഭർത്തൃവീട്ടിലെ പീഡനത്തെ തുടർന്ന് ഭർത്തൃമതി ജീവനൊടുക്കിയ സംഭവമാണ് ഇതിൽ ഏറ്റവും ഒടുവിലത്തേത്. ഉദുമയിൽ പോലീസുകാരൻ ചമഞ്ഞ് ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി പണം നൽകാതെ മുങ്ങിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 2.5 ലക്ഷത്തോളം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് തട്ടിയെടുത്തത്. കാലവർഷം ആരംഭിക്കാനിരിക്കെ ദേശീയപാത 2-ാം റീച്ചിലെ ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള പ്രദേശത്ത് വൻ അപകട ഭീഷണി. മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുണ്ടാകുമെന്നും ഇത് ഗതാഗതത്തെ ബാധിക്കുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. വടക്കൻ കേരളത്തിലെ റെയിൽവേ യാത്രാ ക്ലേശത്തിന് പരിഹാരം കണ്ടെത്താൻ കാസർഗോഡ് ജില്ലാ ഭരണകൂടത്തിന്റെ മാസ്റ്റർ പ്ലാൻ. നിലവിൽ നേരിടുന്ന കടുത്ത യാത്രാ ക്ലേശങ്ങൾ ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർ റെയിൽവേ അധികൃതർക്ക് കത്തയച്ചു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ 42-ാം ജില്ലാ സമ്മേളനം നടന്നു. അലാമിപ്പള്ളി മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് സമ്മേളനം നടന്നത്. ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തെ വരവേറ്റ് തൃക്കരിപ്പൂർ ഉൾപ്പെടെയുള്ള വിവിധ ഗ്രാമങ്ങളിൽ കൂറ്റൻ ബോർഡുകളും കട്ടൌട്ടുകളും ഉയർന്നു തുടങ്ങി. കൂടുതൽ തവണ ലോകകപ്പിൽ മുത്തമിട്ട ബ്രസീൽ, അർജന്റീന ടീമുകളുടെ ആരാധകരാണ് മിക്കയിടങ്ങളിലും ബോർഡുകൾ സ്ഥാപിക്കുന്നതിൽ മുന്നിലുള്ളത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് താമസ സ്ഥലത്ത് വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയ നവവധു ചികിത്സയിലിരിക്കെ മരിച്ചു. ബേഡകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുറ്റിക്കോൽ ബേത്തൂർപ്പാറ വട്ടംതട്ട സ്വദേശിനിയായ അശ്വതിയാണ് മരിച്ചത്. കാസർഗോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായ അശ്വതി അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പർക്ലായി ചീറ്റക്കാവ് സ്വദേശി രൂപേഷിന്റെ ഭാര്യയാണ്. വിവാഹിതരായി 1 മാസം തികയുന്നതിന് മുൻപാണ് ദാരുണ സംഭവം ഉണ്ടായത്. സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാസർഗോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായ അശ്വതി അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പർക്ലായി ചീറ്റക്കാവ് സ്വദേശി രൂപേഷിന്റെ ഭാര്യയാണ്. 1 മാസം മുൻപാണ് ഇരുവരും തമ്മിലുള്ള വിവാഹം നടന്നത്. മെയ് 18-ന് കാസർഗോട്ടെ താമസ സ്ഥലത്താണ് അശ്വതിയെ വിഷം കഴിച്ച് അവശനിലയിൽ കണ്ടത്. നില ഗുരുതരമായതിനാൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാത്രിയാണ് മരണത്തിന് കീഴടങ്ങിയത്. സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ഗാർഹിക പീഡന മരണങ്ങൾ തുടർക്കഥയാകുന്നത് ആശങ്ക ഉയർത്തുന്നു. ആദൂർ പള്ളപ്പാടിയിൽ ഭർത്തൃവീട്ടിലെ പീഡനത്തെ തുടർന്ന് യുവഭർത്തൃമതി ജീവനൊടുക്കിയ സംഭവമാണ് ഇതിൽ ഏറ്റവും ഒടുവിലെത്തിയത്. പള്ളപ്പാടിയിൽ സൈനുദ്ദീന്റെ ഭാര്യ സെറീനയാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് പാരണത്തൂരിൽ യുവഭർത്തൃമതി സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ആസിഡ് കഴിച്ച് ജീവനൊടുക്കിയത്. കേസ് ഭർത്താവിനെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തെങ്കിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല. ഭർത്തൃവീട്ടിലെ പീഡനത്തെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ കാസർഗോഡ് ജില്ലയിൽ 2 ജീവനുകളാണ് ഇല്ലാതായത്. ആദൂർ പള്ളപ്പാടിയിലെ സൈനുദ്ദീന്റെ ഭാര്യ സെറീനയെ കുട്ടികൾ ഇല്ലാത്തതിന്റെ പേരിലാണ് പീഡനം ഏൽക്കേണ്ടി വന്നതെങ്കിൽ പാണലത്തെ 24 വയസ്സുകാരി ഫാത്തിമത്ത് സുഫൈദയെ സ്ത്രീധനത്തിന്റെ പേരിലാണ് നിരന്തരം ശാരീരികമായും മാനസികമായും പീഡനം ഏൽക്കേണ്ടി വന്നത്. ഭർത്താവിനോടൊപ്പം താമസിക്കുന്ന സെറീനയെ പള്ളപ്പാടിയിലെ വീടിനോട് ചേർന്നുള്ള ഷെഡിലാണ് കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടികൾ ഉണ്ടാകാത്തതിന്റെ പേരിൽ ഭർത്തൃവീട്ടുകാർ സെറീനയെ മാനസികമായും ശാരീരികമായും നിരന്തരം ഉപദ്രവിച്ചിരുന്നതായി യുവതിയുടെ കുടുംബം ആദൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പുത്തൂർ സ്വദേശിയും സെറീനയുടെ സഹോദരനുമായ അബ്ദുൾ റഹ്മാനാണ് പോലീസിൽ പരാതി നൽകിയത്. മെയ് 29-ന് 4-ാം വിവാഹ വാർഷികാഘോഷം നടക്കാനിരിക്കവെയാണ് സെറീന ജീവനൊടുക്കിയത്. ആദൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ടെങ്കിലും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പാണലത്ത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഭർത്തൃവീട്ടിൽ 24 വയസ്സുകാരി ഫാത്തിമ സുഫൈദ ആസിഡ് കഴിച്ച് ജീവനൊടുക്കിയത്.
കേസിൽ സുഫൈദിയുടെ ഭർത്താവ് ചെങ്കള പാണലം സ്വദേശി KM മുഹമ്മദ് ആദിലിനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തി നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും കേസിലെ പ്രധാന പ്രതിയായ ആദിലിന്റെ മാതാവ് ആയിഷയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ചരലടുക്ക സ്വദേശി ഫാത്തിമ സുഫൈദ പാണലത്തെ വീട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് ആസിഡ് കഴിച്ച് ജീവനൊടുക്കിയത്. 2 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മാതാവായ സുഫൈദ 1ാം വിവാഹ വാർഷികം നടക്കാനിരിക്കവെയാണ് ഇങ്ങനെയൊരു കടുംകൈ ചെയ്തത്. ഭർത്തൃവീട്ടുകാരുടെ നിരന്തര പീഡനമാണ് യുവതി ജീവനൊടുക്കാൻ കാരണമെന്നാരോപിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. യുവതിക്ക് നിരന്തരമായ ശാരീരികവും മാനസികവുമായ ഉപദ്രവം ഉണ്ടായിരുന്നുവെന്ന് വീട്ടുകാർ പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിരുന്നു. സുഫൈദയോട് സ്വർണം ആവശ്യപ്പെട്ട് ഭർത്തൃവീട്ടുകാർ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായാണ് പരാതി. 10 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് സുഫൈദയും ആദിലിന്റെയും വിവാഹം നടന്നത്. 1 വർഷം തികയും മുൻപേ ഭർത്തൃവീട്ടുകാരുടെ നിരന്തര കുത്തുവാക്കുകളും പീഡനവുമാണ് ഈ കടുംകൈ ചെയ്യാൻ സുഫൈദയെ പ്രേരിപ്പിച്ചതെന്നും വീട്ടുകാർ ആരോപിച്ചിരുന്നു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് ആവർത്തിച്ചു വ്യക്തമാക്കുമ്പോഴും ജില്ലയിൽ ഗാർഹിക പീഡന മരണങ്ങൾ തുടർക്കഥയാകുന്നത് കടുത്ത ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉദുമയിൽ പോലീസുകാരൻ ചമഞ്ഞ് ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി പണം നൽകാതെ മുങ്ങിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 2.5 ലക്ഷത്തോളം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് തട്ടിയെടുത്തത്. പോലീസുകാരൻ ചമഞ്ഞ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണം വാങ്ങി പണം നൽകാതെ മുങ്ങിയ തട്ടിപ്പു വീരനെ തേടി ബേക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 2.60 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് ഉദുമയിലെ ജ്വല്ലറിയിൽ നടത്തിയത്. മുൻപും കാസർഗോഡ് ജില്ലയിലെ പലയിടത്തുമായി നിരവധി പേരെ കബളിപ്പിച്ചുവന്ന മനു എന്ന തട്ടിപ്പു വീരനാണ് ഇയാളെന്നാണ് പോലീസിന്റെ നിഗമനം. ഇയാളെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണ് ബേക്കൽ പോലീസ്. ഉദുമ റെയിൽവേ ഗേറ്റിന് സമീപത്തെ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയ ശേഷം പണം നൽകാതെ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിലാണ് ബേക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 27 ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ബേക്കൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനാണെന്നും അഖിൽ രാജാണ് പേരെന്നും പറഞ്ഞ് തട്ടിപ്പുകാരൻ എത്തിയത്. പിന്നീട് വൈകിട്ടാണ് ഉദുമ റെയിൽവേ ഗേറ്റിന് സമീപമുള്ള പുഷ്പലത ജ്വല്ലറിയിൽ നിന്നും പ്രതി 16.200 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയത്. ഇതിന്റെ തുക ബാങ്ക് അക്കൗണ്ട് വഴി നൽകാമെന്ന് വിശ്വസിപ്പിച്ച ശേഷം പണം നൽകാതെ മുങ്ങുകയായിരുന്നുവെന്നാണ് പരാതി. സ്വർണ്ണമുദ്രം, മാല, അരഞ്ഞാണം എന്നിവ ഉൾപ്പെടെ മൊത്തം 2,60,500 രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളാണ് നഷ്ടമായതെന്ന് ജ്വല്ലറി ഉടമ കളനാട് തൊട്ടി സ്വദേശിയായ ഗണേശൻ പറഞ്ഞു. ഇന്നലെ ഏകദേശം ഉച്ചയ്ക്ക് 1 മണിക്ക് 1:30 ഇടയിൽ ഒരാൾ പറഞ്ഞു ബേക്കൽ പോലീസ് സ്റ്റേഷനിലെ ക്രൈം പോലീസാണ് ഞാൻ. അഖിൽ രാജ് എന്നാണ് എൻ്റെ പേര്. 7 മാസമായിട്ട് ഞാൻ ജോലി തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ താമസം മുതിയക്കാലിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് ഒരു കുഞ്ഞിരെ ഒരു വയസ്സറിയിച്ചതിന് കൊടുക്കാൻ വേണ്ടി ഒരു കൈച്ചെയിൻ, ആദ്യം ഒരു മോതിരം ചോദിച്ചു. അപ്പോൾ മോതിരം എൻ്റെ അടുത്തില്ല. അപ്പോൾ ഒരു കൈച്ചെയിൻ വേണം. ഞാനൊരു 6 ഗ്രാമിൻ്റെ കൈച്ചെയിനും പിന്നെ 2 ഗ്രാമിൻ്റെ മോതിരം എടുത്തു. അതിനെല്ലാം 1,29,500 റുപ്യ എൻ്റെ അക്കൗണ്ടിലേക്ക് അയാൾ ഗൂഗിൾ പേ ചെയ്തു. ഗൂഗിൾ പേ ആകുന്നില്ല, അതുകൊണ്ട് നെഫ്റ്റാക്കി. അവരെ പിന്നെ ഓഫീസിൽ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ഇവിടെ ഞാനുണ്ട്, എൻ്റെ സാലറി അക്കൗണ്ടിൽ നിന്ന് ഒരു 1,29,500 പുഷ്പലത ജ്വല്ലറി എന്ന് പറഞ്ഞ ഗണേഷ എന്ന് പറഞ്ഞ അവരുടെ പേരിലേക്ക് 1,29,000 നിങ്ങൾ അയച്ചു തരണം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അക്കൗണ്ടിലേക്ക് വന്നിട്ടായിട്ടാകുമ്പോൾ സാധനം എടുത്തിട്ട് അവർ പോയിട്ടായിട്ട് പിന്നെ ഏകദേശം ഒരു 4 മണിയുടെ ഉള്ളിൽ പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു ചെയിൻ വേണം, എൻ്റെ അളിയൻ IASൻ്റെ മാർക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അവനൊരു സാധനം, ഒരു സംഭാവന ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു പ്രസൻറ്റേഷനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം വേണം, ചെയിൻ. അതിന് 1,31, അത് 8 ഗ്രാമിൻ്റെ ഒരു സച്ചിൻ ചെയിനാണ്. ഇതെല്ലാം കൊടുത്തിട്ട് ഇതും മെസ്സേജ് ആദ്യം പൈസ ഇതിലിട്ടു. അപ്പോൾ എനിക്ക് ഈ മെസ്സേജിൻ്റെ ഇത് എനിക്ക് വലിയ അറിയുന്നില്ല. എൻ്റെ ബാങ്കിൻ്റെ രണ്ടാമത് ബാങ്കുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഈ പൈസയിലെത്തിയിട്ട് ഇത് ഫ്രോഡാണ്. അങ്ങനെ പെട്ടെന്ന് ഞാൻ ബേക്കൽ മനോജ് എസൈനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു അഖിൽ രാജ് എന്നൊരു ക്രൈം പോലീസ് ഇവിടെ ഉണ്ടോ? അപ്പോൾ ഞാൻ അന്വേഷിക്കട്ടെ. ബേക്കൽ അങ്ങനെ ഇല്ല, കാഞ്ഞങ്ങാടൊന്ന് അന്വേഷിക്കട്ടെ. അപ്പോൾ കാഞ്ഞങ്ങാടാകുമ്പോൾ ഇല്ല. അപ്പോൾ ഫ്രോഡ് നമുക്ക് മനസ്സിലായി. അപ്പോൾ അത്രയും പെട്ടെന്ന് നമ്മൾ ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് ഫയൽ ചെയ്തു. കൊല്ലം സ്വദേശിയാണെന്നും 7 മാസമായി ബേക്കലിൽ സ്റ്റേഷനിൽ ജോലി ചെയ്തു വരികയാണെന്നും ഉദുമ മുതിയക്കാലാണ് താമസമെന്നും പറഞ്ഞത്. ജ്വല്ലറി ഉടമയായ
ഗണേശന്റെ വീടിനടുത്തുള്ള പോലീസുകാരുടെ പേരടക്കം പറഞ്ഞതോടെയാണ് വിശ്വാസം വന്നത്. നെറ്റ് ബാങ്ക് വഴി 2 തവണ 2 രൂപയിൽ താഴെ പണം അയച്ച് ബാങ്കിന്റെ മെസ്സേജ് കിട്ടുന്നുണ്ടല്ലോ എന്ന് തിരക്കുകയും ചെയ്തു. മെസ്സേജ് വരുന്നുണ്ടെന്ന് പറഞ്ഞ ശേഷമാണ് വാങ്ങിയ സ്വർണത്തിന്റെ മുഴുവൻ തുകയും അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. സെർവർ തിരക്ക് കാരണം 2 മണിക്കൂർ വരെ പണം ക്രെഡിറ്റ് ആക്കാൻ സമയം എടുക്കാറുണ്ടെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു. സമയം ഒരുപാട് കഴിഞ്ഞിട്ടും പണം ക്രെഡിറ്റ് ആകാതിരുന്നതോടെയാണ് കബളിപ്പിക്കപ്പെട്ടതായി വ്യക്തമായതെന്നും സ്വർണ്ണ വ്യാപാരി ഗണേശൻ പറഞ്ഞു. ജ്വല്ലറിയിലെ CCTV ദൃശ്യം പരിശോധിച്ചപ്പോഴാണ് ഇതിനു മുൻപ് കാസർഗോഡ് അടക്കം വഞ്ചനാ കേസുകൾ ഉൾപ്പെടെയുള്ള മനുവാണ് ഇയാളെന്ന് പോലീസ് വ്യക്തത വരുത്തിയത്. പ്രതിയെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാലവർഷം ആരംഭിക്കാനിരിക്കെ ദേശീയപാത 2ാം റീച്ചിലെ ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള പ്രദേശത്ത് വൻ അപകട ഭീഷണി. മണ്ണിടിച്ചിൽ ഉൾപ്പെടെ ഉണ്ടാകുമെന്നും ഇത് ഗതാഗതത്തെ ബാധിക്കുമെന്ന ആശങ്കയുമാണ് ഉയർന്നത്. നിരവധി വീടുകളും ഈ ഭാഗത്ത് അപകട ഭീഷണിയിലാണ്. പ്രദേശവാസികളുടെ ആശങ്ക ഒഴിവാക്കുവാൻ അധികൃതർക്ക് സാധിക്കാത്തത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ മേഗാ കൺസ്ട്രക്ഷൻ കമ്പനി റോഡ് നിർമ്മാണം പുരോഗമിക്കുന്ന ചെർക്കള മുതൽ ചട്ടച്ചാൽ വരെയുള്ള 8 കിലോമീറ്ററിലാണ് റോഡ് അപകടാവസ്ഥയിലുള്ളത്. കാലവർഷം ആരംഭിച്ചാൽ ഏതു നിമിഷവും ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായേക്കാം. പ്രദേശത്ത് 200-ലധികം വീടുകൾ അപകട ഭീഷണിയിലാണ്. സർവീസ് റോഡില്ല, ഡ്രെയിനേജ് ഇല്ല, നിർമ്മാണം തികച്ചും അശാസ്ത്രീയവുമെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. വിഷയത്തിൽ ജില്ലാ ഭരണകൂടം നിരവധി തവണ ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെയായും ശാശ്വത പരിഹാരം കണ്ടെത്തിയിട്ടില്ല. ചെറിയ മഴ പെയ്താൽ പോലും മണ്ണിടിയുന്ന സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇവിടുത്തെ പ്രവൃത്തി മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത്. കാലവർഷം ശക്തമാകുമ്പോൾ ഗതാഗതം നിരോധിച്ച് വഴിതിരിച്ചുവിടുകയാണ് പതിവ്. അതേസമയം പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം മണ്ണിടിച്ചിൽ ആശങ്ക പങ്കുവയ്ക്കുന്നു. നിർമ്മാണം തുടങ്ങിയതിന് ശേഷമുള്ള ഒരുപാട് കാലവർഷങ്ങളാണ് ഈ ഒരു കാലയളവിൽ വന്നുപോയത്. ഓരോ കാലവർഷവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരിതവും വളരെ ഭയാനകരവുമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കാലവർഷത്തിൽ നമുക്കറിയാം, ഇവിടെ ഇന്ത്യയിൽ തന്നെ ഫുള്ള് ശ്രദ്ധേയമായിട്ടുള്ള വലിയ രീതിയിലുള്ള ഇവർ സിമെൻറ്റ് സോയിൽ നൈലിംഗ് ചെയ്ത ഭാഗത്ത് മണ്ണിടിഞ്ഞ് വീഴുകയും ഭാഗ്യത്തിന് ആ സമയത്ത് അവിടെ ഒരു വാഹനം കടന്നു പോകാത്തതിനാൽ ജീവൻ രക്ഷപ്പെടുകയും ചെയ്തതാണ്. അതിനുശേഷം ഇവർ 2 സൈഡിലും പ്രൊട്ടക്ഷൻ വാൾ നിർമ്മിക്കാമെന്നേറ്റെങ്കിലും അതിൻ്റെ വർക്ക് ഒരു 100 മീറ്റർ പോലും പൂർത്തീകരിക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോഡ് വിണ്ടുകീറലും ഈ മണ്ണിടിച്ചിലും ഇതൊക്കെ വളരെ സ്വാഭാവികമാണ്. എല്ലാ കാലവർഷത്തും നടക്കുകയാണ്. നമുക്ക് പറയാം, ഇവർ നിർമ്മിച്ച റോഡിൽ തന്നെ വളരെ രീതിയിലുള്ള വിണ്ടുകീറൽ ഉണ്ടാകുന്ന സമയത്ത്, ഈ വാഹനം ഗതാഗതം നടന്നു പോകുന്ന സമയത്ത് ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം ഇവിടെ ഈ ഭാഗത്തുള്ള വാഹന ഗതാഗതം നിർത്തിവെക്കുകയും ആ ഒരു ബസ് ഗതാഗതം നിർത്തിവെക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഓരോ കാലവർഷത്തിലും സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യവും കടന്നു വരാൻ പോകുന്നത്. വളരെ ഒച്ചിഴുന്ന വേഗത്തിലാണ് ഇത്രയും വലിയ വർക്ക് നടന്നു പോകുന്നത്. നമുക്കറിയാം, തലപ്പാടി തുടങ്ങുന്ന റീച്ച് അവർ വർക്ക് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് ഗതാഗതത്തിന് പൂർണ്ണമായും തുറന്നു കൊടുത്തെങ്കിലും ഈ ഭാഗത്ത് 4-5 വർഷങ്ങളായി ഇതിൻ്റെ ഒരു വർക്ക് ഒരു 50% പോലും പൂർത്തീകരിക്കാൻ ഇവരെ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ 2 വശത്തും ചെർക്കള ടു ചട്ട ഏകദേശം 8 കിലോമീറ്ററുകൾ, കേരളത്തിൽ തന്നെ ഇത്രയും ഒരു ദൂരം 8 കിലോമീറ്ററോളം സർവീസ് റോഡും ഡ്രെയിനേജും ഇല്ലാതെ ഒരു ഹൈവേ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് ഈ ബേവിഞ്ച പ്രദേശത്ത് മാത്രമായിരിക്കും. നിരന്തരം ഞങ്ങൾ സമരം 2-3 വർഷമായി നിരന്തരം ഞങ്ങൾ സമരം ചെയ്യുകയും ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കണമെന്ന് നിരന്തരം അധികൃതർ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെയായിട്ടും ഇതിനൊരു പരിഹാരം സാധ്യമാക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇനിയുള്ള ഏക പ്രതീക്ഷ നമ്മുടെ പുതിയ ഗവൺമെൻറ്റിലാണ്. നമ്മുടെ ആരെങ്കിലും ഒരാൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ 2 വശത്തും ഡ്രെയിനേജും സർവീസ് റോഡും നിർമ്മിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുമ്പോട്ട് വരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ പങ്കുവെക്കുന്നത്. ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ സർവീസ് റോഡ് ഇല്ലാത്ത മെയിൻ പ്രശ്നമാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഒരു മലയോര പ്രദേശമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആൾക്കാർ താമസമില്ല എന്നുള്ള രൂപത്തിലാണ് ഇവർ ആദ്യം ഇതിന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയത്. പക്ഷേ ഇവിടെ 5000-ഓളം കുടുംബങ്ങൾ ഈ ചട്ടഞ്ചാൽ മുതൽ ചെർക്കളം വരെ താമസിക്കുന്നുണ്ട്. നമുക്കിതിലെ കയറിപ്പോകാനുള്ള സർവീസ് റോഡില്ല. ഉള്ള റോഡ് തന്നെ അശാസ്ത്രീയമായി പണിയെടുത്ത് വലിയ പ്രശ്നങ്ങളാണ്. വലിയ വലിയ കട്ടിങ്ങുകളൊന്നും പ്രോപ്പറായിട്ട് കട്ട് ചെയ്യുന്നില്ല. വളരെ വെർട്ടിക്കലായി കട്ട് ചെയ്ത് ഇടിഞ്ഞു പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മാതിരിയുള്ള ഒരവസ്ഥയാണുള്ളത്. 3000 കുട്ടികൾ പഠിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ അതിപ്രശസ്തമായ ഒരു സ്കൂളാണ് ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ആ കുട്ടികൾക്ക് ഇന്ന് ഹൈവേ ക്രോസ് ചെയ്ത് പോകാനുള്ള ഒരു വഴിയുമില്ല. എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. കാരണം
അവർ ഞങ്ങളോടൊരു ഫുട് ഓവർ ബ്രിഡ്ജ് ഉണ്ട് എന്നാണ് ഫസ്റ്റ് ടൈമിൽ ഞങ്ങളോട് പറഞ്ഞതും അവർ മെഗയുടെ എഞ്ചിനീയറൊക്കെ വന്ന് ഞങ്ങളോട് സ്ഥലങ്ങളൊക്കെ ചോദിച്ച് കാണിച്ചു കൊടുത്തതാണ്. ഇന്ന് അവരോട് അന്വേഷിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ല എന്നാണ് അവർ പറയുന്നുള്ളത്. അതുപോലെ തന്നെയാണ് തൊട്ടടുത്തുള്ള യു പി സ്കൂൾ പൊയിനാച്ചി 55 ഒരു യു പി സ്കൂൾ 1600 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ പടിഞ്ഞാറ് വശത്ത് 600 വീടുകളുണ്ട്. അവിടുത്തെ കുട്ടികൾക്ക് ഒന്നും വരാനുള്ള ഒരു വഴിയും ഇല്ല. കഴിഞ്ഞ കാലവർഷത്തിൽ റോഡിടിഞ്ഞു താഴുന്ന സാഹചര്യമുണ്ടായിരുന്നു. കൂടാതെ മണ്ണിടിച്ചിൽ പല ഭാഗങ്ങളിലും അനുഭവപ്പെട്ടിരുന്നു. മഴ വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇതിന് എങ്ങനെ പരിഹാരം കണ്ടെത്താനാകുമെന്ന ആശയക്കുഴപ്പത്തിലാണ് ജില്ലാ ഭരണകൂടമുള്ളത്. ഇപ്പോഴും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ് ഈ പ്രദേശത്ത്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. KV സുനിൽകുമാർ, ന്യൂസ് ബ്യൂറോ, ചെർക്കള. വടക്കൻ കേരളത്തിലെ റെയിൽവേ യാത്രാക്ലേശത്തിന് പരിഹാരം കണ്ടെത്താൻ കാസർഗോഡ് ജില്ലാ ഭരണകൂടത്തിന്റെ മാസ്റ്റർ പ്ലാൻ. നിലവിൽ നേരിടുന്ന കടുത്ത യാത്രാക്ലേശങ്ങൾ ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർ റെയിൽവേ അധികൃതർക്ക് കത്തയച്ചു. വടക്കൻ കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന ദീർഘകാലത്തെ റെയിൽവേ യാത്രാക്ലേശങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി അടിയന്തര ഇടപെടലുമായി കാസർഗോഡ് ജില്ലാ ഭരണകൂടം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റെയിൽവേ അധികൃതർക്ക് കത്ത് അയച്ചു. കണ്ണൂർ, മംഗലാപുരം സെൻട്രൽ, മംഗലാപുരം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സർവീസ് അവസാനിപ്പിക്കുന്ന പ്രധാന ട്രെയിനുകൾ കാസർകോട്ടേക്ക് നീട്ടണമെന്നും നിർത്തലാക്കിയ പാസഞ്ചർ സർവീസുകൾ പുനരാരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കളക്ടർ റെയിൽവേക്ക് കത്തയച്ചത്. പാലക്കാട് DRM മധുകർ റാവത്തർക്ക് അയച്ച ഔദ്യോഗിക കത്തിലാണ് ജില്ല നിലവിൽ നേരിടുന്ന കടുത്ത യാത്രാക്ലേശങ്ങളെക്കുറിച്ച് കളക്ടർ വിശദമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. തെക്കൻ കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന നിരവധി ട്രെയിനുകൾ കണ്ണൂരിൽ സർവീസ് അവസാനിപ്പിക്കുന്നതോടൊപ്പം വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ നിന്നുള്ള സർവീസുകൾ മംഗലാപുരത്തുമാണ് സർവീസ് അവസാനിപ്പിക്കുന്നത്. കാസർകോട്ടേക്ക് വരേണ്ട പ്രവാസികൾ, വിദ്യാർത്ഥികൾ, രോഗികൾ, തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാന ട്രെയിനുകൾക്ക് സ്റ്റോപ്പുകളില്ലാത്തതും നേരത്തെ ഉണ്ടായിരുന്ന ചില പാസഞ്ചർ സർവീസുകൾ നിർത്തലാക്കിയതും ജനങ്ങളുടെ ദൈനംദിന യാത്രകളെയും പ്രാദേശിക വികസനത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. കണ്ണൂർ യാത്ര അവസാനിപ്പിക്കുന്ന 9ഓളം വണ്ടികൾ. നമുക്കറിയാം, കണ്ണൂർ കേരളത്തിന്റെ അതിർത്തിയല്ല, കണ്ണൂർ പാലക്കാട് ഡിവിഷൻ അതിർത്തിയല്ല, കണ്ണൂർ ദക്ഷിണ റെയിൽവേയുടെ അതിർത്തിയല്ല. എന്നിട്ടും കണ്ണൂരിൽ നിന്ന് മാത്രം 9 വണ്ടികൾ യാത്ര അവസാനിക്കും. കോഴിക്കോട് നിന്ന് വൈകുന്നേരം 6:10 ശേഷം കാസർഗോഡ് ഭാഗത്തേക്ക് ഒരു വണ്ടിയും ഇല്ലാതെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ്. ഈ ദുരിതം അനുഭവിക്കുന്ന സമയത്ത് തന്നെയാണ് ഷൊർണൂരിൽ നിന്നും ഒരു പാസഞ്ചർ പുതിയതായി കണ്ണൂർ വരെ ഓടിക്കാനുള്ള തീരുമാനം റെയിൽവേ എടുക്കുന്നത്. പക്ഷെ അത് കാസർഗോഡ് വരെ നീട്ടാൻ മുറവിളി കൂട്ടുന്നതിനിടയിലാണ് റെയിൽവേ ആരും ആവശ്യപ്പെടാതെ ഷൊർണൂരിൽ നിന്ന് പാലക്കാടേക്ക് വണ്ടി നീട്ടി. വടക്കോട്ടേക്ക് നീട്ടാൻ ആവശ്യപ്പെടുമ്പോൾ മാത്രം റെയിൽവേക്ക് അത് സാധിക്കുകയും പല മുടന്ത ന്യായങ്ങൾ പറയുകയും, നേരെ മറിച്ച് തെക്കോട്ടേക്കുള്ള വണ്ടികൾ എത്ര വണ്ടികളും വേണമെങ്കിൽ നീട്ടാനുള്ള ഒരു സ്ഥിതിയാണ് നാം കണ്ടുവരുന്നത്. ഇപ്പോൾ തന്നെ വൈകുന്നേരം നമുക്കറിയാം, ഒരു ദിവസം 9 വണ്ടികളാണ് കണ്ണൂർ യാത്ര അവസാനിപ്പിക്കുന്നത്. രാവിലെ 11:30 എത്തുന്ന ഇന്റർസിറ്റി എക്സ്പ്രസ്, എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ് പിറ്റേന്ന് 5 മണിക്ക്, അതായത് 10-20 മണിക്കൂർ കണ്ണൂരിൽ വെറുതെ വെയിൽ കൊണ്ട് കിടന്ന് പിറ്റേന്ന് 5 മണിക്ക് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആയി പോവുകയാണ്. അതുപോലെ തന്നെ വൈകിട്ട് 11:30 കണ്ണൂർ എത്തുന്ന ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് കണ്ണൂരിൽ 20 മണിക്കൂർ കിടന്ന് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2:30 കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി ആയി പോവുകയാണ്. ഈ 20 മണിക്കൂർ അവിടെ വെറുതെ കിടക്കുന്ന വണ്ടി വളരെ എളുപ്പത്തിൽ ഇവിടെ നീട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്പെടും. നമുക്കറിയാം, കാസർഗോഡ് എന്നത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ജില്ലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പല സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, പിന്നെ പല രീതിയിലുള്ള അങ്ങനെ വലിയ സാംസ്കാരിക ഒരു പൈതൃകമുള്ള ഒരു നാടായി കാസർഗോഡ് അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാസർഗോഡുള്ള ഒരു അവഗണന മാത്രമല്ല ഇത്. കാസർഗോഡിൽ കേരളത്തിലെ എല്ലാ ജില്ലയിലെ ജനങ്ങളും ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ വിഭാഗം ജനങ്ങളെല്ലാം കഷ്ടപ്പെടുകയാണ്. എറണാകുളത്ത് വരുന്ന ആൾക്ക് കണ്ണൂർ വരെ മാത്രമേ വണ്ടിയുള്ളൂ. കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് ബസ്സിനോ അല്ലെങ്കിൽ വേറെന്തോ ആശ്രയിച്ച് ഇവിടെ വരേണ്ട ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, എത്രയോ വർഷങ്ങളായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വണ്ടിയായിരുന്നു പരശുരാം എക്സ്പ്രസ് മഞ്ചേശ്വരത്തും കുമ്പളനും സ്റ്റോപ്പ്. പക്ഷെ എങ്ങനെയോ എത്രയോ കാലത്തെ ആവശ്യപ്രകാരം അത് നമുക്ക് മഞ്ചേശ്വരത്ത് നിർത്തി സ്റ്റോപ്പ് അനുവദിച്ചു. അതിന് വലിയ നല്ലൊരു കാര്യം. അതുപോലെ തന്നെ മാവേലി എക്സ്പ്രസിന് മഞ്ചേശ്വരത്തും കുമ്പളനും സ്റ്റോപ്പ് അനുവദിക്കണം. ഈ ഒരു വണ്ടികൾ സ്റ്റോപ്പ് അനുവദിക്കുന്നതിന് പുറമെ തന്നെ
ഈ 9 വണ്ടികൾ അവിടെ യാത്ര അവസാനിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം, രാത്രിയൊക്കെ എറണാകുളത്ത് നിന്ന് വല്ല കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് നിന്ന് വരുന്ന ആൾക്കാർ 11:30 മണിക്ക് പിന്നെ കണ്ണൂരിൽ ഇറങ്ങി ബസ് പിടിക്കാൻ ഓടുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം, രാത്രി ആ ഉറക്കം ഉള്ള ഒരു സമയത്ത് ഒരു ദുരിതയാത്രയാണ് മിക്കവാറും യാത്രക്കാർക്ക്, ട്രെയിൻ യാത്രക്കാർക്ക് റെയിൽവേ സമ്മാനിക്കുന്ന ഒരു ദുരിതയാത്രയാണ്. ഇത് മാറണമെങ്കിൽ ഈ 2 വണ്ടികൾ, ഒരു 3-4 വണ്ടികളെങ്കിലും നമ്മൾ കാസർഗോഡ് മഞ്ചേശ്വരം നീട്ടണം. നമുക്കറിയാം, വന്ദേ ഭാരത് എക്സ്പ്രസ് തുടങ്ങുമ്പോൾ കാസർഗോഡ് ഭൂപടത്തിലേ ഉണ്ടായില്ല. പക്ഷെ അതിന്റെ ഒരു സെമിനാർ നടക്കുമ്പോൾ കണ്ണൂർ നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് അവർകൾ അത് കോഴിക്കോട് നിന്ന് ആരംഭിക്കുകയാണ്. അദ്ദേഹം കണ്ണൂർ വരെ നീട്ടാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ആ വേദിയിൽ വെച്ച് തന്നെ ഞാനടക്കമുള്ള പ്രതിനിധികൾ ശക്തി എതിർക്കുകയും അത് നിങ്ങൾ കണ്ണൂരിൽ നിന്ന് തുടങ്ങുന്നത് ശരിയല്ല, ഒരിക്കലും നീതിയല്ല, അത് മംഗലാപുരമോ കാസർഗോഡ് തുടങ്ങണം എന്ന് പറഞ്ഞത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നമുക്ക് അനുവദിച്ച ഇന്ത്യയിലെ പ്രീമിയം വണ്ടിയാണ് വന്ദേ ഭാരത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ഒക്യുപ്പൻസി റേറ്റ് ഉള്ള, ഏറ്റവും വരുമാനമുള്ള വണ്ടി കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത്. അപ്പൊ അത് കാണിക്കുന്നതെന്ന് വെച്ചാൽ കാസർഗോഡേക്ക് ഡിമാൻഡ് ഉണ്ട്. പക്ഷെ കൃത്യമായ സമയത്ത് ഓട്ടിക്കണം. അസമയത്ത് ഓട്ടിച്ചുകൊണ്ടാണ് നമുക്ക് ബൈന്ദൂർ എക്സ്പ്രസ് നമുക്ക് നഷ്ടപ്പെട്ടത്. ബൈന്ദൂർ പാസഞ്ചർ നഷ്ടപ്പെടാൻ കാരണം അസമയത്ത് ഓട്ടിച്ചുകൊണ്ടാണ്. അത് അന്ന് നമ്മൾ പറഞ്ഞത് രാവിലെ 9 മണിക്ക് കാസർഗോഡ് വഴി ഗുരുവായൂർ പോവുകയും അതുപോലെ തിരിച്ച് ഗുരുവായൂരിന്ന് വേറെ വണ്ടി തിരിച്ചതേപോലെ രാവിലെ പുറപ്പെട്ട് രാത്രി ബൈന്ദൂർ എത്തുന്ന രീതിയിലെ 2 വണ്ടികളാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. പ്രധാനപ്പെട്ട കേന്ദ്ര റെയിൽവേ മന്ത്രി സദാനന്ദ ഗൗഡ അദ്ദേഹത്തിന്റെ തറവാട്ട് വീട്ടിൽ വന്നവരും കാസർഗോഡ് പാസഞ്ചർ അസോസിയേഷനും ഇവിടുത്തെ പ്രമുഖരും പോയി നിവേദനം കൊടുത്ത അടിസ്ഥാനം അദ്ദേഹത്തിന് ആദ്യത്തെ നിവേദനമായിരുന്നു ബൈന്ദൂർ പാസഞ്ചർ. റെയിൽവേ ഉദ്യോഗസ്ഥരുടെയും ജില്ലാതല ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് ഡിവിഷണൽ മാനേജർക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളോട് അനുകൂലമായ നിലപാട് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൾ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. വാർത്തകൾ തുടരുന്നു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ 42ാം ജില്ലാ സമ്മേളനം നടന്നു. അലാമിപ്പള്ളി മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് സമ്മേളനം നടന്നത്. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം അലാമിപ്പള്ളി മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് നടന്നത്. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരുടെ ആവേശോജ്വല സംഘടനയാണ്. KGNയിൽ അംഗമാകുന്നതോടുകൂടി
നേഴ്സുമാർ, ആരോഗ്യരംഗത്തെ പ്രവർത്തകർ മാത്രമല്ല ഈ സമൂഹത്തിനോട് ചേർന്ന് പോകാൻ കൺമുമ്പിൽ കാണുന്ന എല്ലാ അനീതികൾക്കുമെതിരെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളോട് ഉൽപ്പതിഷ്ഠബോധത്തോട് പ്രതികരിക്കാൻ കൽപ്പുള്ള ഒരു ഉജ്ജ്വല പോരാട്ട സംഘടനയായി ആരോഗ്യ മേഖലയിലെ ശക്തമായ സാന്നിധ്യമായി ഇന്ന് കേരളത്തിൽ KGN നിറഞ്ഞു നിൽക്കുന്നു എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു സന്ദർഭമാണ്. ഉദ്ഘാടന പ്രസംഗം ഒരു ദീർഘമായ പ്രസംഗം നടത്താൻ സമയം അനുവദിക്കുന്നില്ല. നമ്മൾ 10 മണിക്കാണ് വെച്ചത്. അതിനനുസരിച്ച് നമ്മൾ പരിപാടികൾ പ്ലാൻ ചെയ്തിരുന്നു. 11 മണിക്ക് നമ്മുടെ സംഘാടക സമിതിയുടെ ഓഫീസിൻ്റെ ഉദ്ഘാടനം. ഒരു 11:10 ആകുമ്പോഴേക്കും മറ്റൊരു സംഘടനയുടെ സമരം ഉദ്ഘാടനം ചെയ്യാമെന്ന് ഞാൻ ഏറ്റിരുന്നു. അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. KGN ജില്ലാ പ്രസിഡന്റ് PV അനീഷ് അധ്യക്ഷത വഹിച്ചു. PP അമ്പിളി സ്വാഗതം പറഞ്ഞു. ഹരിദാസ് KV, AR രശോബ് കുമാർ, വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു. A പ്രസീന നന്ദിയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് യാത്രയപ്പും അനുമോദനവും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തെ വരവേറ്റ് തൃക്കരിപ്പൂർ ഉൾപ്പെടെയുള്ള വിവിധ ഗ്രാമങ്ങളിൽ കൂറ്റൻ ബോർഡുകളും കട്ടൌട്ടുകളും ഉയർന്നു തുടങ്ങി. കൂടുതൽ തവണ ലോകകപ്പിൽ മുത്തമിട്ട ബ്രസീൽ, അർജന്റീന ടീമുകളുടെ ആരാധകരാണ് മിക്കയിടങ്ങളിലും ബോർഡുകൾ സ്ഥാപിക്കുന്നതിൽ മുന്നിലുള്ളത്. കാനഡ, മെക്സിക്കോ, USA തുടങ്ങിയ 3 വടക്കേ അമേരിക്കൻ രാജ്യങ്ങളിലെ 16 നഗരങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കാണാൻ കളി ആസ്വാദകർ കാത്തിരിക്കുകയാണ്. 6 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള 48 ടീമുകളാണ് 23ാമത് ലോക ഫുട്ബോൾ മാമാങ്കത്തിൽ കൊമ്പു കൊടുക്കുന്നത്. ജൂൺ 11 മുതൽ ആരംഭിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന തങ്ങളുടെ ഇഷ്ട ടീമുകൾക്ക് ആശംസ നേർന്ന് വലിയ ബോർഡുകളും താരങ്ങളുടെ കട്ടൌട്ടുകളും പല കവലകളിലും ഇതിനകം ഉയർന്നു കഴിഞ്ഞു. ഇത്തവണയും ഏറെ ആരാധകരുള്ള ടീമുകൾ ബ്രസീലും അർജന്റീനയും തന്നെ. എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനും ജർമ്മനിക്കും സ്പെയിനിനും ഇംഗ്ലണ്ടിനും പലയിടങ്ങളിലും ടീം ആരാധകർ ആവേശത്തിൽ തന്നെയാണ്. തൃക്കരിപ്പൂരിലെ ഇളമ്പച്ചി, നടക്കാവ്, പടന്ന, പോസ്റ്റ് ഓഫീസ് പരിസരം തുടങ്ങി പല കവലകളും ഇപ്പോൾ വർണ്ണാഭമാണ്. ഇഷ്ട ടീമുകളുടെ കൂറ്റൻ ബോർഡുകളും താരങ്ങളുടെ കട്ടൌട്ടുകളും വിവിധ ടീമുകളുടെ പതാകകളും അലങ്കാരങ്ങളും എങ്ങും നിറഞ്ഞിരിക്കുകയാണ്. കാൽപന്തുകളിയിൽ പേരുകേട്ട തൃക്കരിപ്പൂരിലും പടന്നയിലും ലോകകപ്പ് മത്സരം ആരംഭിക്കുന്ന ജൂൺ 11 മുതൽ കളിയാവേശത്തിലാവും. അർദ്ധരാത്രിക്ക് ശേഷം നടക്കുന്ന ഫുട്ബോൾ പോരാട്ടങ്ങൾ കാണാൻ പല ടീമുകളുടെ ആരാധകർ ഒരുമിച്ചിരിക്കുന്നതിന്റെ ത്രില്ലൊന്ന് വേറെ തന്നെയാവും. ക്ലബ്ബുകളുടെ പരിസരങ്ങളിലും ഹാളുകളിലും വലിയ സ്ക്രീനുകളിൽ കളി പ്രദർശിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ വിവിധ സംഘടനകളും കായിക പ്രേമികളും നടത്തിവരികയാണ്. കളിക്കളത്തിലെ കളിയുടെ സ്ക്രീനിലെ ആവേശപ്പോരിനൊപ്പം ഇഷ്ട ടീമുകൾ കിരീടം ചൂടാനുള്ള ആർപ്പുവിളിയും ബിരിയാണി, മൊട്ടയടിക്കൽ എന്നീ പന്തയങ്ങളും ഇത്തവണയും ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ 69ാം സംസ്ഥാന സമ്മേളനം ജൂൺ 27-28 തീയതികളിൽ നടക്കും. സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം നടന്നു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ 69ാമത് സംസ്ഥാന സമ്മേളനം ജൂൺ 27-28 തീയതികളിലായി കാഞ്ഞങ്ങാട്ട് നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം നടന്നു. അലാമിപ്പള്ളിയിൽ മുൻ MP കരുണാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏകദേശം 1000-ഓളം ആളുകൾ അവര് സമ്മേളനം കഴിഞ്ഞിട്ട് പോകുമ്പോൾ വീടുകളിൽ ആളുടെ പ്രയാസമായിരുന്നു. അത്രയേറെ ബന്ധം ആ വന്ന പ്രതിനിധികളും അതുപോലെ തന്നെ മറ്റു ആളുകളുണ്ടായി. ഇവിടെ ഇപ്പോൾ 27-28 തീയതിയുടെ സമ്മേളനം നടക്കുമ്പോൾ ഒരു സംശയമില്ല, സഖാവ് രമേശിന്റെ നേതൃത്വത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാര്യങ്ങളാണ്. മറ്റു വിഷയങ്ങളെ കുറിച്ചൊന്നും ഈ സ്വാതന്ത്ര്യ രൂപയുടെ യോഗത്തിൽ പറയേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തിലെ ഗവൺമെന്റ് മേഖലയിലുള്ള മഹാഭൂരിപക്ഷം ജീവനക്കാരും അണിനിരക്കുന്ന ഒരു സംഘടനയാണ്. മറ്റു സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫർ ആളുകൾ മാറ്റിലായിരിക്കും. പക്ഷെ അതിൽ വ്യത്യസ്തമായിട്ട് നമ്മുടെ സാമൂഹ്യ രംഗത്തെ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സംഘടനയായിട്ട് നമ്മുടെ സംഘടനയ്ക്ക് മാറാൻ കഴിയും.
എൻ പ്രിയേഷ് അധ്യക്ഷത വഹിച്ചു. വി രമേശൻ, PV അനീഷ്, ദീപ L എന്നിവർ സംസാരിച്ചു. PV പവിത്രൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC ജില്ലാ സമ്മേളനത്തിന് നീലേശ്വരത്ത് തുടക്കമായി. കാഞ്ഞങ്ങാട് ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ നിന്ന് സമ്മേളന നഗരിയിലേക്ക് പതാകജാഥ സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ പതാകജാഥയിൽ പങ്കാളികളായി. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC ജില്ലാ സമ്മേളനത്തിന് നീലേശ്വരത്ത് തുടക്കമായി. കാഞ്ഞങ്ങാട് ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ നിന്ന് സമ്മേളന നഗരിയിലേക്ക് പതാകജാഥ സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ പതാകജാഥയിൽ പങ്കാളികളായി. തുടർന്ന് നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി PV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഒരു പുതിയ ഭരണമാറ്റം കേരളത്തിൽ വന്നപ്പോൾ ആ ഭരണ നേതൃത്വം ഇവിടുത്തെ തൊഴിലാളികളോടും ഇവിടുത്തെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തോടുമൊക്കെ കാണിക്കാൻ പോകുന്ന അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന പുതിയ സമീപനത്തിന്റെയും നയത്തിന്റെയും ഒക്കെ ചർച്ചകൾ ഈ സമ്മേളനത്തിൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. വളരെ പ്രതീക്ഷയോടെയാണ് നമ്മളെല്ലാവരും ഈ ഗവൺമെന്റിനെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാട്ടിലെ ഉപദ്രോഹപരമായ നടപടികളിലൂടെ, തൊഴിലാളി ദ്രോഹ നടപടികളിലൂടെ പോയ ഒരു ഗവൺമെന്റിനെതിരെ കേരളത്തിലെ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി ചിന്തിക്കുകയും 102 സീറ്റിലോടെ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലേക്കുകയും ചെയ്യുകയുണ്ടായി. ബഹുമാന്യ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ INTUCയുടെ പല സമര മുഖങ്ങളിലും മുൻനിരയിൽ നമ്മോടൊപ്പം നിന്ന ഒരാളാണ്. തിരുവനന്തപുരത്തായാലും മറ്റിടങ്ങളിലായാലും നമ്മുടെ സമരങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ സജീവമായ സാന്നിധ്യമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഉമേശൻ വേളൂർ അധ്യക്ഷത വഹിച്ചു. TV ചന്ദ്രശേഖരൻ, KP ബാലകൃഷ്ണൻ, NV പത്മനാഭൻ, ഹരീന്ദ്രൻ, ടോണി മഞ്ചേശ്വരം, M കുഞ്ഞികൃഷ്ണൻ, ചന്ദ്രൻ കല്ലിങ്കാൽ എന്നിവർ സംസാരിച്ചു. സുനിൽ കടപ്പുറം സ്വാഗതവും ജാഥ ലീഡർ PV ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ED പരിശോധന നടത്തിയതിൽ പ്രതിഷേധിച്ച് ഇടതുമുന്നണി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രകടനം നടത്തി. കോട്ടച്ചേരി പെട്രോൾ പമ്പ് പരിസരത്ത് നിന്ന് തുടങ്ങിയ പ്രകടനം പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിൽ സമാപിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ED പരിശോധന നടത്തിയതിൽ പ്രതിഷേധിച്ച് ഇടതുമുന്നണി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രകടനം നടത്തി. കോട്ടച്ചേരി പെട്രോൾ പമ്പ് പരിസരത്ത് നിന്ന് തുടങ്ങിയ പ്രകടനം പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിൽ സമാപിച്ചു. അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. എന്തെങ്കിലും പാടില്ലാത്ത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കാനും അന്വേഷിക്കാനും എല്ലാത്തിനും ഇവിടെ നിയമപരമായ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ആ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് ന്യായമായ ശരിയായ രീതിയിലുള്ള അന്വേഷണത്തെയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെയും ഒന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എതിർത്തിട്ടില്ല. എന്നാൽ ഒരു വ്യവസായ സ്ഥാപനവും ഒരു IT സ്ഥാപനവും തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലുണ്ടായ ചില ഇതിന്റെ പേരിൽ CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ നിലവിലുള്ള പ്രതിപക്ഷ നേതാവുമായ സഖാവ് പിണറായി വിജയന്റെ വീട് ഉൾപ്പെടെ റെയ്ഡ് നടത്തുന്നതിലേക്ക് കൊണ്ടുപോയത് തീർത്തും രാഷ്ട്രീയ പ്രതികാരം തീർക്കുകയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി പറഞ്ഞിട്ടുള്ളൂ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ലേ, ED എന്ന് പറയുന്ന സംവിധാനത്തെ ഈ രാജ്യത്ത് BJPക്കെതിരെ സംസാരിക്കുന്ന എതിർ ശബ്ദങ്ങളെ എല്ലാം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. M രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. KP സതീഷ് ചന്ദ്രൻ, VV രമേശൻ, ബേബി ബാലകൃഷ്ണൻ, CP ബാബു, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, നന്ദകുമാർ, PP രാജു തുടങ്ങിയവർ സംസാരിച്ചു. പ്രകടനത്തിന് M രാജഗോപാലൻ, KP സതീഷ് ചന്ദ്രൻ, VV രമേശൻ, ബേബി ബാലകൃഷ്ണൻ, KV സുജാത, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, രതീഷ് പുതിയവഴി, കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, അഡ്വക്കേറ്റ് K രാജ്മോഹൻ, M പോക്ലൻ, കാറ്റാടി കുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്.
Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanjangadu. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and divinity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫാസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. 1.5 പതിറ്റാണ്ട് സ്തുത്യർഹമായ സേവനത്തിന് ശേഷം ഹോംഗാർഡ് സർവീസിൽ നിന്നും വിരമിക്കുന്ന കാസർഗോഡ് ജില്ലാ ഹോംഗാർഡ് അസോസിയേഷൻ അംഗങ്ങൾക്ക് യാത്രയയപ്പ് നൽകി. പോലീസ്, അഗ്നിരക്ഷാസേനകളുടെ ഭാഗമായി പ്രവർത്തിച്ചവർക്കാണ് യാത്രയയപ്പ് ഒരുക്കിയത്. വിവിധ സേനകളിൽ 15 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ ഹോംഗാർഡുമാരായ S. സന്തോഷ് കുമാർ, AV ആനന്ദൻ, PV സഞ്ജീവ് എന്നിവർക്കാണ് കേരള ഹോംഗാർഡ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകിയത്. ചെറുവത്തൂർ ഹൈലൈൻ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം ചന്ദേര SI A. അജ്മൽ ഉദ്ഘാടനം ചെയ്തു. ഹോംഗാർഡ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KK സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ ഫയർ റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ KV പ്രഭാകരൻ, കാഞ്ഞങ്ങാട് ഫയർ റെസ്ക്യൂ ഓഫീസർ K. ആദർശ്, ചന്ദേര SI സതീഷ് കുമാർ, ബാബു കൂടോൽ, K. ഗോപിനാഥൻ നായർ, A. രാജേന്ദ്രൻ, A. മനൂപ്, NV രാജൻ, V. സജിൻ, NV രാജു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ രോഗികൾക്കും ജീവനക്കാർക്കും ഭക്ഷണം നൽകി സഹായി അബ്ദുള്ളയും മൊയ്തീനും. പരിപാടി കലക്ടർ മാഹിൻ ഹാജി MLA ഉദ്ഘാടനം ചെയ്തു. അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ രോഗികൾക്കും ജീവനക്കാർക്കും ഭക്ഷണം നൽകി സഹായി അബ്ദുള്ളയും മൊയ്തീനും മാതൃകയായി. പരിപാടി കലക്ടർ മാഹിൻ ഹാജി MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാ ആശുപത്രികളിലും ഭക്ഷണം കിട്ടാതെ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഇങ്ങനെയുള്ള ഒരു സന്നദ്ധ സംഘടനകൾ തയ്യാറാവുകയാണെങ്കിൽ അത് ഭക്ഷണത്തിൻ്റെ ലഭ്യത വളരെ എളുപ്പമാണ്. ഇനിയും സഹായമുള്ള സൈറ്റിൻ്റെ ഉണ്ടാകുന്നത് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. അതിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഇതിൻ്റെ ഇന്നത്തെ ഉദ്ഘാടനം ഫൈസൽ സൂപ്പർടെക് അധ്യക്ഷത വഹിച്ചു. സഹായി അബ്ദുള്ള സ്വാഗതം പറഞ്ഞു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ മുഹമ്മദ് മുറിയനാവി, A. ഹമീദ് ഹാജി, MM അഷ്റഫ്, ഖാലിദ് മൻസൂർ, KK അബ്ദുള്ള, C. മുഹമ്മദ് കുഞ്ഞി, ഡോക്ടർ അഖിൽ, ലത, ഷീജ, P. മുരളീധരൻ, ജമീൽ, മുന്ന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കരിപ്പൂടി ശ്രീ തിരൂർ മുച്ചിലോട്ട ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവം ലോഗോ പ്രകാശനവും മഹോത്സവ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും നടന്നു. ക്രൈംബ്രാഞ്ച് SP P. ബാലകൃഷ്ണൻ നായർ ലോഗോ പ്രകാശനവും ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് PV രാജേന്ദ്രൻ ഓഫീസ് ഉദ്ഘാടനവും നിർവഹിച്ചു. 17 സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന കരിപ്പോടി ശ്രീ തിരൂർ മുച്ചിലോട്ട ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നടന്നു. ആചാരസ്ഥാനികരുടെ സാന്നിധ്യത്തിൽ കരിപ്പോടി മുച്ചിലോട്ട വല്യച്ഛൻ അരവിന്ദൻ വല്യച്ഛൻ നിലവിളക്ക് കൊളുത്തി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV രാജേന്ദ്രൻ ആഘോഷ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ട് P. ബാലകൃഷ്ണൻ നായർ ലോഗോ പ്രകാശനം നിർവഹിച്ചു. ഏറെ പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇന്നിവിടെ നടന്നത്. സാധാരണഗതിയിൽ
ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പല സ്ഥലത്തും വളരെ ശുഷ്കമായ ആൾക്കാരാണ് കാണാറുള്ളത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ഹോള് നിറഞ്ഞു കഴിഞ്ഞ രീതിയിലുള്ള ജനക്കൂട്ടം തന്നെ ഈ കളിയാട്ടം ഏറെ വിജയകരമായിരിക്കുന്നതിന്റെ സൂചനയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്രയധികം ഉത്സാഹം ആൾക്കാരുടെ മുഖത്ത് കാണുന്ന സന്തോഷം, ഉത്സാഹം തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ കളിയാട്ടം ഏറെ വർണ്ണാഭോധ വിജയകരമാകുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല എന്ന് പറയാൻ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, പ്രിയപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ പോലെ പല കളിയാട്ടവും വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കളിയാട്ടത്തിൽ എന്തൊക്കെയാണ്, കളിയാട്ടത്തിലുണ്ടായ നല്ല വശങ്ങൾ എന്തൊക്കെയാണ്, മോശം വശം എന്തൊക്കെയാണ് എന്ന് അനലൈസ് ചെയ്ത് അതിൻ്റെ മോശവശങ്ങളില്ലാതെ ഏറ്റവും നല്ല രീതിയിൽ ഈ ഉത്സവം നടത്താൻ കഴിയണമെന്നാണ് പ്രസിഡന്റ് നിങ്ങൾ ഓരോരുത്തരോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാ ഉത്സവം നടത്തുന്നത് നമ്മുടെ മക്കളുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും നമ്മുടെ തലമുറയുടെയൊക്കെ ശോഭനമായ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ അംബു ഞെക്ലി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് ലോഗോ രൂപകൽപ്പന ചെയ്ത ദിലീപ് മുട്ടമ്മലിനെ അനുമോദിക്കുകയും ചെയ്തു. അരവിന്ദൻ വെലേച്ചൻ, മുരളി കോമരം, KV രഘുനാഥൻ മാസ്റ്റർ, VV കൃഷ്ണൻ മാസ്റ്റർ, തമ്പാൻ ചേടിക്കുന്ന്, ഭാസ്കരൻ കിഴക്കേ വളപ്പ്, K ശാന്തകുമാരി, മുങ്ങത്ത് കുമാരൻ നായർ, അമ്മിണി ടീച്ചർ എന്നിവർ സംസാരിച്ചു. എന്റെ ഐസിൽ തന്നെ ഒരു കളിയാട്ടം കാണുകയാണല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു. കൊച്ചുകുട്ടികളാണെങ്കിൽ അവരാദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു മഹത്തായ കളിയാട്ടം കാണുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതെങ്ങനെയാണ് എന്നുള്ളത് വലിയവർ പറഞ്ഞു കേട്ട അനുഭവമല്ലാതെ അവർ നേരിട്ട് ആദ്യമായിട്ട് കാണുകയാണ്. അതുകൊണ്ട് അവർക്കും ആദ്യമായിട്ട് കാണുന്നതിന്റെ ആ ഉത്കണ്ഠയും ആകാംക്ഷയും സന്തോഷവും എല്ലാം തന്നെ അവരുടെ മനസ്സിലുണ്ടാവും. ഇതിന്റെ ഇടയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പെരുങ്കളിയാട്ടത്തിലൊക്കെ പ്രവർത്തിച്ചവരായിരുന്നു. പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ജിതിൻ ചന്ദ്രൻ സ്വാഗതവും ചെയർമാൻ ശശീന്ദ്രൻ കണിയമ്പാടി നന്ദിയും പറഞ്ഞു. 2027 ജനുവരി 22 മുതൽ 27 വരെയാണ് പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് താമസ സ്ഥലത്ത് വിഷം കഴിച്ചു മരിച്ച നിലയിൽ കണ്ടെത്തിയ നവവധു ചികിത്സയിലിരിക്കെ മരിച്ചു. ബേഡകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുറ്റിക്കോൽ ബേത്തൂർപ്പാറ വട്ടംതട്ട സ്വദേശിനിയായ അശ്വതിയാണ് മരിച്ചത്. കാസർഗോഡ് ഗാർഹിക പീഡന മരണങ്ങൾ തുടർക്കഥയാകുന്നത് ആശങ്ക ഉയർത്തുന്നു. ആദൂർ പള്ളപ്പാടിയിൽ ഭർത്തൃവീട്ടിലെ പീഡനത്തെ തുടർന്ന് ഭർത്തൃമതി ജീവനൊടുക്കിയ സംഭവമാണ് ഇതിൽ ഏറ്റവും ഒടുവിലത്തേത്. ഉദുമയിൽ പോലീസുകാരൻ ചമഞ്ഞ് ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി പണം നൽകാതെ മുങ്ങിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 2.5 ലക്ഷത്തോളം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് തട്ടിയെടുത്തത്. കാലവർഷം ആരംഭിക്കാനിരിക്കെ ദേശീയപാത 2ാം റീച്ചിലെ ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള പ്രദേശത്ത് വൻ അപകട ഭീഷണി. മണ്ണിടിച്ചിൽ ഉൾപ്പെടെ ഉണ്ടാകുമെന്നും ഇത് ഗതാഗതത്തെ ബാധിക്കുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. വടക്കൻ കേരളത്തിലെ റെയിൽവേ യാത്രാ ക്ലേശത്തിന് പരിഹാരം കണ്ടെത്താൻ കാസർഗോഡ് ജില്ലാ ഭരണകൂടത്തിന്റെ മാസ്റ്റർ പ്ലാൻ. നിലവിൽ നേരിടുന്ന കടുത്ത യാത്രാ ക്ലേശങ്ങൾ ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർ റെയിൽവേ അധികൃതർക്ക് കത്തയച്ചു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ 42ാം ജില്ലാ സമ്മേളനം നടന്നു. അലാമിപ്പള്ളി മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് സമ്മേളനം നടന്നത്. ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തെ വരവേറ്റ് തൃക്കരിപ്പൂർ ഉൾപ്പെടെയുള്ള വിവിധ ഗ്രാമങ്ങളിൽ കൂറ്റൻ ബോർഡുകളും കട്ടൌട്ടുകളും ഉയർന്നു തുടങ്ങി. കൂടുതൽ തവണ ലോകകപ്പിൽ മുത്തമിട്ട ബ്രസീൽ, അർജന്റീന ടീമുകളുടെ ആരാധകരാണ് മിക്കയിടങ്ങളിലും ബോർഡുകൾ സ്ഥാപിക്കുന്നതിൽ മുന്നിലുള്ളത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.